ഇന്നലെ വൈകുന്നേരത്തോടെ AKG സെന്ററിൽ കോടിയേരി ബാലകൃഷ്ണനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വ്യവസായ മന്ത്രി E.P. ജയരാജൻ രാജി സന്നദ്ധത അറിയിച്ചത്. പാർട്ടി ആവശ്യപ്പെടും മുൻപ് തന്നെ രാജിക്ക് തയ്യാറാണെന്ന് ജയരാജൻ അറിയിച്ചെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത ശേഷം മതി അന്തിമ തീരുമാനമെന്ന് കോടിയേരി മറുപടി നൽകി. തിരുത്തൽ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം തന്നെ അറിയിച്ചതോടെ ജയരാജനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ 4 മാസം മാത്രം പ്രായമുള്ള സർക്കാരിൽ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ അഴിമതി ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വരികയെന്നത് സർക്കാരിനും പാർട്ടിക്കും വലിയ ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ രാജി ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും ആലോചിക്കുന്നത്. വിവാദ നിയമനങ്ങൾ റദ്ദാക്കുകയും വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതിന്റെ പേരിൽ ജയരാജനെ ശാസിക്കുകയും ചെയ്യുക എന്നതാണ് പാർട്ടി ആലോചന. വ്യവസായ വകുപ്പ് ജയരാജനിൽ നിന്ന് ഒഴിവാക്കുന്നതും പരിഗണനയിലുണ്ട്. എന്നാൽ വിജിലൻസ് ത്വരിതാന്വേഷണത്തെ തീരുമാനിച്ചാൽ രാജിവെക്കാതെ പിടിച്ചു നിൽക്കുക പാർട്ടിക്കും സർക്കാരിനും പ്രയാസമായിരിക്കും. ആരോപണ വിധേയരായ മന്ത്രിമാരെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്നായിരുന്നു UDF മന്ത്രിമാർ അഴിമതി അന്വേഷണം നേരിട്ടപ്പോഴുള്ള LDF നിലപാട്. ജെ. മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.